വിദ്യാഭ്യാസം, ജോലി, മെച്ചപ്പെട്ട ജീവിത രീതി തുടങ്ങി ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഓരോ മലയാളിയും കടൽ കടക്കുന്നത്. ഈ ജോലി തിരക്കിനിടയിൽ അവൻ ഒരുപക്ഷെ നഷ്ടപ്പെടുത്തുന്നത് അവനെ തന്നെയായിരിക്കും. തനിക്ക് പ്രിയപ്പെട്ടവരെയും നാടിനെയും നാട്ടിലെ ആഘോഷങ്ങളും പെരുന്നാളും എന്തിന് ഒഴിവ് സമയങ്ങളിൽ പോയിരിക്കാറുള്ള മരച്ചുവടുകൾ പോലും അവൻ്റെ നഷ്ടങ്ങളുടെ പട്ടികയിലുണ്ടാകും. ഇങ്ങനെ ഒട്ടേറെ നഷ്ടങ്ങളുടെ കഥ മുന്നിലുള്ളപ്പോൾ അവയൊക്കെ കാറ്റിൽ പറത്തി പുതിയൊരു കാവ്യം തന്നെ രചിക്കുകയാണ് ഒരു പറ്റം പ്രവാസികൾ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയിലോ അതിരമ്പുഴയിലെ ദേവാലയത്തിലോ അല്ല, UAE ജബിലാലി പള്ളിയിലാണ്. മലയാള മണ്ണിലെ 2000-ഓളം മക്കളാണ് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിനായി അവിടെ ഒരുമിച്ച് കൂടിയത്. വിശ്വാസ പൈതൃകവും കൈമാറിക്കിട്ടിയ പാരമ്പര്യങ്ങളും ഒട്ടും ഒളിമങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു പിടി മക്കൾ. അവർ ഭക്തി ആദരങ്ങളോടെ പെരുന്നാളിൽ പങ്കുചേർന്നു. വിശുദ്ധനായ സെബസ്ത്യാനോസെ എന്ന ഗാനം ഗായക സംഘം ആലപിക്കുമ്പോൾ അമ്പ് നേർച്ചകളുമായി അനേകർ അണിനിരുന്നത് കാണാൻ തന്നെ ഒരു ആത്മീയ ചൈതന്യമായിരുന്നു. മലയാള നാട്ടിലെങ്ങും അല്ല ഇതെന്ന് ഓർക്കണം. പരസ്പരം അറിയാത്ത 2000-ഓളം പേർ രാജ്യത്തിന് പുറത്ത് മറ്റൊരു ഭൂപ്രകൃതിയിൽ ഒരുമിച്ച് കൂടുന്നു. തങ്ങളുടെ പാരമ്പര്യങ്ങളും വിശ്വാസ ചൈതന്യവും അവരെ ഒരുമിച്ച് കൂട്ടുന്നു. നാട്ടിലെ പോലെ തന്നെ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു. നമുക്കറിയാം, പുറം നാട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി തിരക്കുകൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തിരക്കിൻ്റെ ലോകത്താണ്. ഇതിനെല്ലാം ഇടയിൽ അവർ ഒരുമിച്ച് കൂടി തങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചു. ഇടവക്കാരനായ റോയി വള്ളിക്കാടിന്റെ വാക്കുകളിലേക്ക്. ജബിലാലി ചർച്ചിൽ 19-ാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. 150 പ്രസിഡന്റുമാരാണ് ഈ പെരുന്നാൾ നടത്തിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000-ൽ പരം ഇടവകാംഗങ്ങൾ, ബാച്ചുലേഴ്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ന്റെ മേളിൽ ആൾക്കാർ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തു. ഫാദർ അനൂപിന്റെയും ഫാദർ ജോണിന്റെയും നേതൃത്വത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടതും. അതോടൊപ്പം തന്നെ നമ്മുടെ നാളിൽ കാണുന്ന പോലെ തന്നെ വില്ലും കഴുന്നും ഒക്കെ എടുത്തിട്ടുള്ള ഇപ്പൊ ആർത്തിങ്കൽ പള്ളിയിലും അതിരമ്പുഴ പള്ളിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു നാടിന്റെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ ഉണ്ടായത്. തിരുനാളിന് നാട്ടിൽ തിരുനാൾ കൂടുന്ന അതേ വൈബിൽ തന്നെയാണ് നമ്മൾ ഇവിടെ തിരുനാൾ ആഘോഷിച്ചതും. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഇവിടെ ഒരു 3-4-5 ചെറുപ്പക്കാർ ചേർന്നിട്ട് ആ ഒരു രൂപക്കൂട് ഉണ്ടാക്കി. അതിനുവേണ്ടി മാത്രം അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് എഫേർട്ട് എടുത്ത് തന്നെയാണ് ആ ഒരു രൂപക്കൂട് സെപ്പറേറ്റ് ഉണ്ടാക്കി. ഇതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അവർ. അപ്പൊ അത് എടുത്തു പറയേണ്ട തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ പ്രദക്ഷിണവും എല്ലാം ഒരു നല്ലൊരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞ ഒരു നാട്ടിലൊരു പെരുന്നാൾ കൂടുന്ന ഒരു ഫീലിംഗിലായിരുന്നു എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിൽ നിന്ന് കുടിയേറിയ മക്കൾ ഒരുമിച്ച് ഒരു കൂട്ടമായി സഭയോട് ചേർന്ന് വിശ്വാസപാതയിൽ ഒട്ടും വ്യതിചലിക്കാതെ മുന്നേറുന്ന കാഴ്ച. റോയി വള്ളിക്കാടിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ഇടവകയുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം തന്നെയാണ്. വിശ്വാസത്തിലൂന്നിയ ജീവിതാനുഭവമാണ്. നാട്ടിലെ പോലെ തന്നെ അവർ ഒരു വിശ്വാസ സമൂഹമായി ക്രിസ്തുവിൽ ഒന്നായി വളരുന്നു. ദൈവാനുഗ്രഹം എന്നല്ലാതെ പറയാൻ വാക്കുകളില്ല. ദൈവത്തിന് സ്തുതി. ീ